ഹായ് മക്കളെ, ഞാൻ ഈ എഡ്യൂപോർട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു മെഡിക്കൽ ടൂറിസം സ്റ്റാർട്ടപ്പ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ മെഡിക്കൽ ടൂറിസം സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വരുന്ന വിദേശികൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിലൊക്കെ നമുക്ക് ഈ ഗൾഫിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറേ റിസർച്ചൊക്കെ ചെയ്തപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് മനസ്സിലായി. അപ്പോൾ ഈ ബംഗ്ലാദേശികളെ കിട്ടാൻ എന്താ വകുപ്പ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന കുറേ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ ഈ ക്രിക്കറ്റ് കളിക്കാരാണ്. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജർമ്മനിയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ഋഷിത്ത് വിളിക്കുന്നത്. ഋഷിത്ത് ഞാൻ NITയിൽ ഒരുമിച്ച് പഠിച്ച. അപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ കോളേജിലുള്ള അവൻ്റെ ഒരു ജൂനിയർ, അവൾ ബംഗ്ലാദേശികാരിയാണ്. അവളുടെ അമ്മായിയമ്മക്ക് മദർ ഇൻ ലോക്ക് എന്തോ ഒരു അസുഖമുണ്ട്, ഇന്ത്യയിലേക്ക് ചെന്നൈയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് എന്തോ കണക്ഷൻ ഉണ്ടോ എന്ന് അവനോട് ചോദിച്ചത്രേ. അപ്പോൾ അവനറിയാം ഞാൻ ഈ മെഡിക്കൽ ടൂറിസം ഫീൽഡിലാണ് എന്നുള്ളത്. അവൻ എന്നെ വിളിച്ചു, ഞാൻ അവളുമായിട്ട് സംസാരിച്ചു. ആ കസ്റ്റമേഴ്സ് വന്നു. പിന്നെ എന്താണ്, അത് ശരിക്കും ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഒത്തിരി ആൾക്കാർ ബംഗ്ലാദേശിൽ ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ബംഗ്ലാദേശിൽ പോയ അപൂർവം മലയാളികളിൽ ഒരാളായിരിക്കും ഞാൻ ഇതിനു വേണ്ടി ബംഗ്ലാദേശിലേക്ക് ട്രാവൽ ചെയ്തു. ഒക്കെ ഈ ഋഷിത്ത് തന്ന ആദ്യത്തെ കണക്ഷൻ വഴിയാണ്. ഓക്കെ, അതായത് എൻ്റെ മെഡിക്കൽ ടൂറിസം എന്നുള്ള സ്റ്റാർട്ടപ്പിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഋഷിത്തിൻ്റെ ആ ഒരു കോള്. ഓക്കെ, ഇനി ഞാൻ ഈ കഥ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം +2 പരീക്ഷ കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പാരൻസും കുട്ടികളൊക്കെ വിളിക്കുന്നത്, സാറേ പിന്നെ ഏത് കോഴ്സ് എടുത്താലാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം ഇവരോടൊക്കെ ഇങ്ങനെ അവരുടെ മനസ്സിൽ പലതും ഉണ്ടാവും, ഞാനതൊക്കെ പറയും. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടോപ്പ് കോളേജിൽ നിന്നുള്ള പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കല്ലാതെ കോഴ്സ് എടുത്തത് കൊണ്ട് മാത്രമൊന്നും എന്ത് ചെയ്യാറില്ല, ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ഒന്നും ആവാറുണ്ടായിരുന്നില്ല അല്ലേ. ഭയങ്കര സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ്, നിങ്ങൾ നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സക്സസ്ഫുൾ അങ്ങനെയൊന്നുമില്ല. അതേ സ്ഥാനത്ത് നിങ്ങളിപ്പോൾ IITയിലോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ NITയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അങ്ങനെ എന്തില്ല, നമുക്ക് നഴ്സിങ്ങിനൊക്കെ വേറൊരു കോഴ്സിനെ കുറിച്ചും പറയാം. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചതാണ്, എന്താണ് ഈ സക്സസ്ഫുൾ ആവാനുള്ള ആ ഒരു രഹസ്യം എന്നുള്ളത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. അതിലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെ 1-2 കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിലുള്ള എന്താ പറയുക, ഈ മണി പിരമിഡിലേക്ക് ആ ടോപ്പ് 20% ഉള്ള ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. കുറേ ആൾക്കാർ എനിക്ക് നേരിട്ട് നല്ല പരിചയമുള്ളതാണ്. എന്താ ഈ മണി പിരമിഡ്, അത് നിങ്ങൾ നോക്കുക, അത് വലിയ കൺസെപ്റ്റൊക്കെയാണ്. അതായത് ഇതാണ് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും മണി പിരമിഡ്. അതിൽ 1% ആൾക്കാരാണ് നമ്മുടെ അൾട്രാ റിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അംബാനി അദാനിമാർ എന്നൊക്കെ പറഞ്ഞത്. ബാക്കി പ്രോസ്പെറസ് ഒരു 4%, എ ഗുഡ് ലിവിങ്. അങ്ങനെയാണ് ഇതാണ് ടോപ്പ് 20% എന്ന് പറയുന്നത്. ഇവരാണ് ലൈഫിൽ ടെൻഷനൊന്നുമില്ല, നല്ല സമാധാനത്തോടുകൂടി അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. ടോപ്പ് 20%. ടോപ്പ് 1% ഒക്കെ അത് എടുക്കുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് എന്താ പറയുക. അതേസമയം ടോപ്പ് 20% എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കാരണം ബാക്കി 60% ആൾക്കാർ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എൻഡ്ലെസ്ലി എന്ന് പറയാം. ഏറ്റവും താഴെയുള്ള 20% ആൾക്കാർ ബ്രോക്കാണ്. നിങ്ങൾ നോക്കി, നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഈ ഒരു കാറ്റഗറി തന്നെ വരില്ല. അതായത് ഒരു 20% ആൾക്കാർ നല്ല ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിരിക്കും. ഒരു 60% ആൾക്കാർ എന്താ പറയുക, പാവപ്പെട്ടാരാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സ്ട്രഗിൾ ചെയ്ത് ഓരോ ദിവസവും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോവാണ്. ഒരു 20% ആൾക്കാർ ആകെ ബ്രോക്ക് ആയിരിക്കും അല്ലേ. നിങ്ങളിതിൽ ഏത് കാറ്റഗറിയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്തോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, ഈ 20%ത്തിലേക്ക് എത്തലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിട്ടോ, എൻ്റെ ലൈഫിലെ ഈ 20%ത്തിലെത്തിയ ഒരുപാട് മുഖങ്ങളിങ്ങനെ വന്നു. അതിൽ ഏറ്റവും കൂടുതൽ മുഖം ഓഫ് കോഴ്സ് എന്തായിരിക്കും, ഒരു നല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിച്ചത് NITയിലാണ് എന്ന് മാത്രമല്ല, എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ട്. ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാർ മെഡിക്കൽ കോളേജിലും അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് പല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അവരിൽ എല്ലാ ആൾക്കാരും വെൽ സെറ്റിൽഡ് ആണ്. അതായത് NITയിൽ എത്തിയിട്ട് ഫുൾ, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഫുൾ എന്താ പറയുക, കള്ളും കഞ്ചൊക്കെ ആകെ എന്താ പറയുക കൈവിട്ട് പോലെ ഒരുത്തുണ്ടായിരുന്നു. അവനടക്കം ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് കയറിയിട്ട് ഞങ്ങളെ ലാസ്റ്റായിട്ട് രക്ഷപ്പെട്ട ആളാവനാന്ന് വേണേൽ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ പഠിച്ച ഒരുവിധ എല്ലാ ആൾക്കാരും വെൽ സെറ്റിൽഡ് ആണ്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇതുപോലത്തെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടോപ്പ് 20% പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപൂർവമായിട്ടേ അങ്ങനെ എന്തുള്ളൂ ആരെങ്കിലും വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും വേർത്ത് ട്രൈ ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയണം, അതായത് നിങ്ങൾക്ക് ഒരു വർഷം, നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർക്ക് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമല്ലോ എന്നുള്ള ടെൻഷനിലൊക്കെ മാറിയിരിക്കുന്ന ആൾക്കാർ, ഒരു വർഷം വേർത്ത് ട്രൈ ആണ്.
കാരണം അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും 5-6 വർഷം സ്ട്രഗിൾ ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഈ ഒരു വർഷം സ്ട്രഗിൾ ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു നല്ല കോളേജിൽ കയറുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. ഓക്കെ, പിന്നെ ഞാനിങ്ങനെ കുറേ ആൾക്കാരെ കുറച്ച് കഥകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഏറ്റവും ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഹാരിസ്ക ഉണ്ട്. ഓക്കെ, ഹാരിസ്ക എൻ്റെ ഒരു കുടുംബക്കാരനാണ്. മൂപ്പര് നാട്ടിൽ എന്താ പറയുക അത്യാവശ്യം പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് ഒരു തല്ല് കേസൊക്കെ ആയിട്ട് എന്താണ് എങ്ങനെയൊക്കെ കുടുംബക്കാരൊക്കെ പിടിച്ച് ഗൾഫിലേക്ക് വിട്ടതാണ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ആദ്യം പണിക്ക് നിന്നു. ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. പക്ഷേ നന്നായിട്ട് വർക്ക് ചെയ്തു. ആ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടപ്പോൾ ആ റെസ്റ്റോറൻറ്റ് മുതലാളി പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ മൂപ്പരോട് പറഞ്ഞത് നീ അത് നോക്കി നടത്തിക്കോ, ഏൽപ്പിച്ചു. ഹെഡ് ഓഫ് ബ്രാഞ്ചാക്കി. അങ്ങനെ കുറേ നോക്കി നടത്തി മൂപ്പർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഇപ്പോൾ എന്താണ് 5-6 റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. ഭയങ്കര വെൽ സെറ്റിൽഡ് ആണ്. ഇപ്പോൾ വലിയ വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ എന്താണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്ന് ഹാരിസ്ഖാൻ്റെ കഥ. പിന്നെ അതേപോലെ തന്നെ ബാസിലിൻ്റെ കഥ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് എന്താ പറയുക +2 തോറ്റ് ഫാമിലി ഭയങ്കര ഫിനാൻഷ്യലി പുവറാണ്. എൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്ത സെയിം കമ്പനിയിൽ ടീബോയ് ആയിട്ട് വന്നതായിരുന്നു. പിന്നെ അവൻ അവിടുന്ന് എന്താ പറയുക പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നന്നായിട്ട് സെർവ് ചെയ്താൽ മെല്ലെ അവിടുത്തെ അത്യാവശ്യം നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് PR മാറി. പിന്നെ എന്താണ് സ്വന്തമായിട്ട് ഒരു PR കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ വെൽ സെറ്റിൽഡ് ആണ്. ലാൻഡ് ക്രൂസറൊക്കെ ആയിട്ട് ദുബായിലുണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ കൂടെ +2 പഠിച്ച അഖിലും അരുണും. അപ്പോൾ അവർ ഭയങ്കര ഉഴപ്പന്മാരായിരുന്നൊന്നും മാത്രമല്ല എനിക്കൊക്കെ അന്ന് തോന്നിയിട്ടുണ്ട് ഇവന് തീരെ ബുദ്ധിയൊന്നുമില്ല. അവർ ഇരട്ട കുട്ടികളായിരുന്നു. ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇരട്ട കുട്ടികളായതുകൊണ്ട് ഒരു ബുദ്ധി ഷെയർ ആയി എന്നൊക്കെ പറയുന്നു അന്ന് തമാശക്ക്. അപ്പം അവർ +2 കഴിഞ്ഞിട്ട് ജയിച്ചോ തോറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ പൊള്ളാച്ചിയിൽ പച്ചക്കറി കടയിൽ ജോലിക്ക് പോയതാണ് 2 ആൾക്കാരും കൂടെ. അപ്പോൾ അവിടെ ജോലിക്ക് പൊള്ളാച്ചിയല്ല, ആ പച്ചക്കറീൻ്റെ സ്ഥലം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ ജോലിക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് അവരെ പച്ചക്കറീൻ്റെ റേറ്റൊക്കെ കണ്ടപ്പോൾ ഇതിപ്പോൾ നാട്ടിൽ കൊണ്ടുവന്നാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ എന്ത് ചെയ്തു അവരവിടുന്ന് നാട്ടിൽ പച്ചക്കറി സർവീസ് തുടങ്ങി. എന്ത് ലോറിയിൽ പച്ചക്കറിയായിട്ട് രാവിലെ എന്ത് ചെയ്യും വരും, എല്ലാ പച്ചക്കറി കടയിലും കൊടുക്കും, തിരിച്ച് വൈകുന്നേരം പോവും, തിരിച്ച് ആ പരിപാടി തന്നെ. ഞാനിപ്പോൾ എനിക്ക് വന്ന 3-4 ലോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിപ്പം ഭയങ്കര സെറ്റിൽ. ഈ പറഞ്ഞ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കും പരിചയമുണ്ട്, എനിക്കും പരിചയം ഉണ്ടാകും കേട്ടോ. അതായത് ഹാരിസ്ക ആയിക്കോട്ടെ, അരുൺ അഖിലായിക്കോട്ടെ, ബാസിലായിക്കോട്ടെ, ഇവരൊക്കെ ഇപ്പോൾ ആ ടോപ്പ് 20%-ലാണ്. ആൻഡ് ഇവരൊക്കെ കഥയിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താ അത്? ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. അത് ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലേ എന്തായിട്ട് എവിടെയെങ്കിലും എത്തുമെന്ന് പറയാൻ വേണ്ടി ഇത്രയും വലിയ വീഡിയോൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ എന്താണ് അവർ പറയാത്ത ഒരു കഥ ഉണ്ട്, ഒരു കാര്യം കൂടെ. എന്താണെന്ന് നിങ്ങൾക്കറിയാം? കണക്ഷൻസ് ആണ് കേട്ടോ. അതായത് ഇപ്പം ഹാരിസ്കയുടെ കേസിലൊക്കെ ആ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ആദ്യം ജോലി ചെയ്ത റെസ്റ്റോറൻറ്റ് മുതലാളി എടാ സ്വന്തമായിട്ട് നീ എന്ത് ചെയ്ത് നീ നോക്കി നടത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് ഹാരിസ്ഖാൻ്റെ ഇത് തെളിഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ ബാസിലിൻ്റെ കേസിൽ ഒരുപാട് ആൾക്കാരെ പറയാനുണ്ടാവും. എനിക്ക് ഡയറക്റ്റ് അറിയാവുന്നതാണ്, ഒരു ടീബോയിൽ നിന്നും PR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവിടെ എത്തിയതിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അരുണിൻ്റെ അഖിലിൻ്റെ കേസിൽ ആദ്യം പൈസയൊന്നും വാങ്ങാതെ എന്താ പറയുക ഒരു മാസം എന്താണ് ലോറി വാടകയ്ക്ക് കൊടുത്ത ഒരു പൊള്ളാച്ചിക്കാരൻ തമിഴനുണ്ടായിരുന്നു. അവനായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ഇവർ മാത്രമല്ല കേട്ടോ, ഓരോ സ്റ്റേജിലും ഇങ്ങനെ ആൾക്കാരെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊന്നും ഹോൾഡുകളല്ല കേട്ടോ, റെക്കമെൻഡേഷനുകളൊന്നും അല്ല. അവിടെയാണ്. അതായത് ഇപ്പം എന്താ പറയുക ഇവരുടെയൊക്കെ ലൈഫിൽ സാധാരണ കടന്നു പോയ ചില മനുഷ്യരാണ് എന്ത് ചെയ്തത്, ഇവരെ ഹെൽപ്പ് ചെയ്തത്. ചിലപ്പോൾ അവരെക്കാൾ കുറച്ചും കൂടെ ഹയർ പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ഇത് ഏത് സക്സസ്ഫുൾ ആൾക്കാരുടെ കഥയിലുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരുപാട് ആൾക്കാർ, ഞാൻ എൻ്റെ വീഡിയോൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൾക്കാരോട് പരസ്പരം പരിചയപ്പെടുക, നല്ല സ്നേഹബന്ധത്തിലാവുക, നമ്പർ വാങ്ങുക, എന്നിട്ട് എന്താ എപ്പോഴെങ്കിലും ഇടയ്ക്കൊന്ന് കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ ആവശ്യത്തിന് എന്ത് ചെയ്യുന്നത് ആ സമയത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം എൻ്റെയൊക്കെ കഥയിൽ എന്തുണ്ട്, ഞാനത് ലാസ്റ്റ് പറയുന്നുണ്ട്, എനിക്ക് ഇതേപോലെ ബംഗ്ലാദേശ് കഴിഞ്ഞാൽ പിന്നൊരു മാർക്കറ്റായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അഫ്ഗാനിസ്ഥാനൊക്കെ എനിക്ക് കുറേ കസ്റ്റമർ ഉണ്ടായിരുന്നു ആ മെഡിക്കൽ ടൂറിസത്തിൻ്റെ സമയത്ത്. അവിടെ എങ്ങനെയാണെന്ന് ഞാൻ കണക്ട് ചെയ്തത്, ഞാൻ എൻ്റെ കൂടെ NIT പഠിച്ച എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട് ഒരു ഷഹദ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പം അവൾക്ക് കുട്ടിയപ്പോൾ അവളെ കാണാൻ പോയപ്പം അവളുടെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ
ഈ അഫ്ഗാനിസ്ഥാനിൽ നോക്കുമ്പോൾ കാലിക്കറ്റ് എന്താ പറയുക, കേരളത്തിലൊക്കെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്, എന്തൊക്കെയോ റിസർവേഷനോ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെ കിട്ടാൻ പിന്നെ ഞാൻ ഷഹദേനെ വിളിച്ചു, ആ കസിനെ വിളിച്ചു. ആ കസിൻ പറഞ്ഞിടാ എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാനത് ഡ്രോപ്പ് ചെയ്താൽ. പിന്നെ ഒരു ദിവസം അവൾ അവിടുന്ന് ഏതോ ഒരു ക്യാൻറ്റീനിൽ നിന്ന് ഈ കുട്ടികളെ കണ്ട് പരിചയപ്പെട്ട് എനിക്ക് നമ്പർ തന്നു. ഈ കുട്ടികളായിരുന്നു പിന്നെ എന്ത് ചെയ്ത് എനിക്ക് അഫ്ഗാനിസ്ഥാൻ കണക്ഷൻ ഉണ്ടാക്കി തന്നെ. അപ്പം ഇതുപോലെ എന്തുണ്ട്, ലൈഫിൽ നിങ്ങൾക്ക് വലിയ വലിയ ടേണിംഗ് പോയിന്റുകൾ എന്തുണ്ടാവും, കണക്ഷനുകൾ ആവശ്യമുണ്ട്. അത് മാക്സിമം നിങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് രണ്ടാമതായിട്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കണക്ഷൻസ് എന്താണ്, അത് എക്സ്പൊണൻഷ്യലായിട്ട് വളരും. അതായത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കണക്ഷനൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ വലിയ നിലയിലൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്കും ലീവറേജ് ചെയ്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ നാട് മെല്ലെ മെല്ലെ ഇങ്ങനെ പ്രോസ്പെറസ് ആയി പോകുന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എജ്യൂ പോർട്ടൽ ഇപ്പോൾ ഒരു കുറേ ടീച്ചേഴ്സിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തുണ്ടാവും, ഇവിടെയുള്ള ഇപ്പോൾ സുഹൈൽ സാറോ ഹാഷിഖ് സാറോ അല്ലെങ്കിൽ ദാനിഷ് സാർ അങ്ങനെ ആരെങ്കിലും പറയുന്ന ടീച്ചേഴ്സിന് എന്ത് ചെയ്യും, അവർ നല്ലതും കൂടിയാണെങ്കിലും ഞങ്ങൾ ചിലപ്പോൾ ഒരു പ്രിഫറൻസ് കൊടുക്കും. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾ ഏതെങ്കിലും നല്ല സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ നാട്ടിലുള്ള നിങ്ങളെ പരിചയമുള്ള ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സ്ഥാപനത്തിലേക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും പലപ്പോഴും എന്ത് ചെയ്യണം, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ ലൈഫിലും ഇപ്പം എന്താ ഈ പറയുന്ന കഥകൾ നിങ്ങൾ കേട്ട കഥ എന്തായിരിക്കും, 10ാം ക്ലാസ്സിൽ ഉഴപ്പി +1 +2 നന്നായി പഠിച്ചു, NIT-യിലെത്തി, ബാംഗ്ലൂർ ജോലി, ദുബായിൽ ജോലി, മെഡിക്കൽ ടൂറിസം സ്റ്റാർട്ടപ്പ് തുടങ്ങി, എന്താ പറയുക, കോവിഡ് വന്നപ്പോൾ അത് പൂട്ടി, പിന്നെ എജ്യൂ പോർട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, +1 ട്യൂഷന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പൈസ ഇല്ലാത്ത കാരണം. +2 ട്യൂഷന് പോയപ്പോൾ ആദ്യത്തെ ദിവസം മുതൽ ആ സ്ഥാപനത്തിലെ ഡയറക്ടർ എൻ്റെ പ്രിയപ്പെട്ട KM സാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കൈ പിടിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ എക്സാം കഴിയുമ്പോൾ മാർക്ക് കൂടിയാൽ അഭിനന്ദിക്കാനും കുറഞ്ഞാൽ ചീത്ത പറയാനും. എൻ്റെ സ്കൂൾ സ്പോർട്സ് നടക്കും, KM സാർ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഇന്ന് സ്പോർട്സ് അല്ലേ, അവനിവിടെ വന്നോ റിപ്പീറ്റേഴ്സിൻ്റെ കൂടെ കാണാമെന്നുള്ള. അപ്പോൾ KM സാർ കാരണമാണ് ശരിക്ക് ഞാൻ NIT-യിലെത്തിയത്. NIT-യിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉഴപ്പിയപ്പോൾ ഒരുപാട് ആൾക്കാരാ നീ ഇത്ര കഴിവുള്ളല്ലോ, അധികം ഉഴപ്പണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ വൈഫാണെങ്കിൽ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ച് ട്രാക്കിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ജോലി, അതിനുശേഷം ദുബായിൽ എനിക്ക് ജോലി കിട്ടാൻ ആരോ റെക്കമെൻഡ് ചെയ്താണ്, എനിക്ക് അറിയുക പോലുമില്ല. അമ്മാവൻ പറഞ്ഞു, അയാൾ റെക്കമെൻഡ് ചെയ്തു, എനിക്ക് ആ ഫസ്റ്റ് ജോലി കിട്ടി. പിന്നെ മെഡിക്കൽ ടൂറിസത്തിൻ്റെ കഥ, എജ്യൂ പോർട്ടിൻ്റെ കഥ, ഈ സ്ഥാപനത്തിനെ ഗ്രോ ചെയ്യുന്നതിലൊക്കെ എന്നിട്ട് ഒരുപാട് മാലാഖമാർ അല്ലെങ്കിൽ ദൈവദൂതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറയണേ, എനിക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ട് പലപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾഡ് ആയിരിക്കും. വളരെ അർജൻറ്റായിട്ടുള്ള മെസ്സേജുകളല്ലാതെ നിങ്ങൾ അയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാനത് റിപ്ലൈ ചെയ്യും. അതെൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ കാരണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ലൈഫിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ നല്ല കണക്ഷൻസ് കീപ്പ് ചെയ്യണം. വലിയ നിലയിലെത്തി കഴിഞ്ഞാൽ ആ കണക്ഷൻസ്, നിങ്ങളുടെ ആ ഒരു സ്വാധീനം നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനും സുഹൃത്തുക്കളെയും വലിയ നിലയിലെത്തിക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം.